ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നവ്യയ്ക്കാണെങ്കിൽ നന്നായിട്ട് ദേഷ്യം വന്നിട്ട് ഇരിക്കുക കേട്ടോ. അബി ചന്തുമോളെയും കൊണ്ട് പുറത്തു പോവുകയും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ജലജ കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നവ്യയ്ക്ക് നല്ല ദേഷ്യത്തിലാണ്. ചന്തുമോളെ അബി ഇങ്ങനെ ലാളിക്കുന്നതും അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്നതും ജലജ നോക്കുന്നതും എല്ലാം കൂടെ കാണുമ്പോൾ നില വിട്ടു പോവുകയാണ് നമ്മുടെ നവ്യ. അങ്ങനെ നവ്യ ചന്തുമോളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും അത് കണ്ടുകൊണ്ട് വരുന്ന മുത്തശ്ശൻ നവ്യയെ എടുത്തിട്ട് അലക്കുകയും ചെയ്യാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബിയും നവ്യയും കൂടെ പുറത്ത് പോവുക കുഞ്ഞിനെയും കൊണ്ട്. അപ്പം പോകുന്ന വഴി തന്നെ അബിയോട് നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ചന്തുമോളെയും കൊണ്ട് പുറത്ത് പോയത്? നാശം പിടിക്കാൻ. ആദർശ് അവനല്ലേ കൊണ്ട് നടക്കേണ്ടതെന്ന് പറയാണ്. അപ്പോൾ അബി പറയുക, എന്ത് ചെയ്യാനാ, വല്യമ്മ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഞങ്ങളെയൊക്കെ വെറും വേലക്കാരെ പോലെയല്ലേ കണ്ടിരിക്കുന്നത്, എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുക. അപ്പം നവ്യ പറയാം, നിനക്ക് ജോലിയും കൂലിയില്ലെങ്കിൽ ഞാൻ അധ്വാനിക്കുന്നുണ്ട്, എനിക്ക് ശമ്പളമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഈ വീട്ടിൽ നിന്ന് മാറി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാമെന്ന്. എന്തിനാ ഇവരുടെ അടിമകളെ പോലെ നീ നിൻ്റെ അമ്മയൊക്കെ നിൽക്കുന്നത്? അപ്പോൾ അബി പറയാം, അത് വേറൊന്നും കൊണ്ടല്ലടി, അവന്തികയുടെ കാര്യം ആലോചിച്ചിട്ടാ. അവൾ ഈ അനന്തപുരി തറവാട്ടിലെ പെൺകുട്ടിയാണെന്ന് അറിയുമ്പോഴില്ലേ അവൾക്കൊരു നല്ല വിവാഹാലോചന വരുള്ളൂ. അതുപോലെ അവൾ ഇവിടെ വന്ന് നിൽക്കുകയല്ലേ, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അവളെ ഒരു നല്ല ഒരുത്തൻ്റെ കൂടെ വിവാഹം കഴിച്ച് വിടണ്ടേ? അനന്തപുരിയെ പോലെ ഒരു കോടീശ്വരന്മാരുടെ കൂടെ വേണം അവളെ വിവാഹം കഴിച്ച് വിടാൻ. അതിന് ഇവിടെ തങ്ങി നിന്നെങ്കിലേ പറ്റുള്ളൂ. എന്തെങ്കിലേ മുത്തശ്ശൻ അതിനനുസരിച്ച രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവൾക്ക് കൊടുക്കുകയുള്ളൂ, അവൾക്കൊരു നല്ല ബന്ധം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനും അമ്മയൊക്കെ ഇങ്ങനെ അമ്മായി പറയുന്നത് കേട്ട് നാണം കേട്ട് നിൽക്കുന്നത്. അപ്പം നവ്യ പറയാം, അത് ആലോചിച്ചിട്ടാണെങ്കിൽ പോലും നീ ഒന്നും ഇങ്ങനെ ആത്മാഭിമാനം വെടിഞ്ഞ് ജീവിക്കരുത് അബി. നിനക്കൊക്കെ ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നില്ലേ? അവന്തികയുടെ വിവാഹക്കാര്യം അവൾ നോക്കട്ടെ, അതിനായിട്ട് നീയും അമ്മയും ഇങ്ങനെ നാണം കെട്ട്. അപ്പം അബി പറയാം, നീ വിട്, നമുക്ക് എന്താ വാങ്ങിക്കാൻ പോകേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ പോകാം എന്ന് പറയാം. എന്നാൽ നമുക്ക് പോയി കുറേ ഡ്രസ്സൊക്കെ എടുക്കണം കുഞ്ഞിന് എന്ന് പറഞ്ഞ് പോയി കുറേ ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോൾ ചോദിക്കുക നവ്യ, നീ ആ ചന്തുമോൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, ആ കൊച്ചിന് ഞാൻ ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇറങ്ങിയപ്പം അത് ദേഹം മുഴുവൻ ഛർദ്ദിച്ചു, അതുകൊണ്ട് അതിന് മാറാൻ വേണ്ടി ഒരു തുണിയും വാങ്ങിച്ചു കൊടുത്തു. ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ചെല്ലുമ്പം അമ്മായി അതും ചോദിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട്, ഒരു അമ്മായി ചോദിക്കുകയില്ല എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എൻ്റെ കുഞ്ഞിന് വാങ്ങണം എന്നൊക്കെ പറയുകയാണ്. കുറച്ച് കളിപ്പാട്ടങ്ങളും വാങ്ങണമെന്ന് പറഞ്ഞ് കുറേ അധികം കളിപ്പാട്ടങ്ങളും എല്ലാം വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ അബിയും നവ്യയും കൂടെ. അതേസമയം ജലജയാണെങ്കിൽ നമ്മുടെ ചന്തുമോളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, നാശം പിടിക്കാൻ ഓരോന്നൊക്കെ വന്ന് തലയിൽ കയറുന്നത് ഏത് സമയത്താണെന്നറിയില്ല. അവൻ ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് അതെല്ലാം ഇപ്പം എൻ്റെ തലയിൽ. ഈ കൊച്ചിനെ ഇനി കുളിപ്പിക്കാൻ, ഈ അടുക്കളയിലെ ജോലിയും ഈ വീട്ടിലെ ജോലിയും മുഴുവൻ ചെയ്ത് എൻ്റെ സൗന്ദര്യം പോലും എനിക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റാതായി. എങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങി നടന്ന ഞാനാ ഇപ്പം നേരെ ജോലിനൊന്ന് കുളിക്കാൻ പോലും സമയമില്ല എനിക്ക്, ആകെ മൊത്തം വല്ലാതായി എന്നൊക്കെ ഇങ്ങനെ സ്വയം പറയാണ് കേട്ടോ. എന്നിട്ട് ഈ ചന്തുമോളുമായിട്ട് മുകളിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ അവന്തികയുണ്ട്. അവന്തിക ചോദിക്കുക, അമ്മ എന്താ ഇപ്പോൾ ചന്തുമോളെയും കൊണ്ട് വന്നതെന്ന് ചോദിക്കുക. ഏട്ടി എങ്ങനെ വരാതിരിക്കും, നിൻ്റെ ആങ്ങളെ ഒരുത്തനുണ്ടല്ലോ, അവൻ ഒപ്പിച്ച് വെച്ച പടിയല്ലേ, അതുകൊണ്ട് അവിടെ നേരത്തെ ഉത്തരവിട്ടിരിക്കുക ഈ കൊച്ചിനെ കുളിപ്പിച്ച് കുട്ടപ്പിയാക്കാൻ. അപ്പം അവന്തിക പറയില്ല, സാരില്ല, ചെയ്തോ ഏട്ടൻ ചെയ്തതിൻ്റെ ഫലമല്ലേ അമ്മ കൂടി അനുഭവിക്കുമെന്ന് പറയാണ്. അങ്ങനെ ജലജ ചന്തുമോളെ കുളിപ്പിക്കാൻ കയറ്റി വെള്ളമൊക്കെ കോരി ഒഴിക്കുമ്പോഴും ചന്തുമോള് ഭയങ്കര കുസൃതി കാണിക്കുക. ജലജയുടെ ദേഹത്തേക്ക് വെള്ളമൊക്കെ കോരി ഒഴിക്കുക കേട്ടോ നമ്മുടെ ചന്തുമോള്. ജലജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ജലജ പറയുക, എൻ്റെ കൊച്ചെ നീ ഒന്ന് അവിടെ അടങ്ങി നിൽക്കേ, ഞാനൊന്ന് നിന്നെ കുളിപ്പിക്കട്ടെ, നീ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യുന്നത്, എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേന്നും പറഞ്ഞ് ഒരു വിധത്തിൽ കുളിപ്പിക്കുമ്പോൾ ജലജയുടെ ദേഹത്തോട്ടും മുഖത്തോട്ടും ഒക്കെ ചന്തുമോള് വെള്ളമൊക്കെ തെറിപ്പിക്കുക. അതെല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്നിരുത്തി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുക. അന്നേരം ചന്തുമോള് പറയുക, നയനാമ്മേനെ കുളിപ്പിച്ച് പൗഡറൊക്കെ ഇടിയിച്ച് ഒരുക്കുമായിരുന്നല്ലോ എന്ന് പറയാണ്. വാ, നിന്നെ ഇനി ഞാൻ പൗഡർ ഇടിയിക്കാം, വന്നിരിക്കടി എന്ന് പറയാം. അങ്ങനെ ചന്തുമോളുടെ മുഖത്തൊക്കെ പൗഡർ ഇട്ട് ഒരുക്കുക, ഡ്രസ്സൊക്കെ ഇടിയിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ചന്തുമോള് കട്ടിലൊക്കെ കിടന്നിങ്ങനെ തുള്ളുക കേട്ടോ. കൊച്ചേ, ആ കട്ടിലെ കിടന്ന് ചാടാതടി, ഞാൻ കിടക്കുന്ന കട്ടില, നീ മര്യാദയ്ക്ക് ഇരിക്കുക, ഇനി ഇവിടുന്ന് നീ എങ്ങാൻ തെറിച്ച് താഴെ വീണ് വല്ലതും പറ്റിയെങ്കിൽ ആ ദേവയാനി എന്ന് പറയുന്ന അവരുണ്ടല്ലോ, അവരെന്നെ കിടത്തി പൊറപ്പിക്കുകയല്ല, നീ മര്യാദയ്ക്ക് നിൽക്കുക കൊച്ചേ എന്നൊക്കെ പറഞ്ഞ് അതിനെ ഇങ്ങനെ കുളിപ്പിക്കുകയും ഒരുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ കുളിപ്പിച്ച് ഒരുക്കി താഴേക്ക് കൊണ്ടുവരും.
അപ്പോൾ ദേവയാനി പറയാം, ആഹാ ചന്തുമോള് മിടുക്കിയായല്ലോ, നല്ല സുന്ദരി കുട്ടിയായല്ലോ, ആഹാ ഈ അമ്മൂമ്മ മോളെ നന്നായിട്ട് ഒരുക്കിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്തുമോൾ പറയാം, ആ അമ്മൂമ്മ എന്നെ കുറേ വഴക്ക് പറയുകയും അടിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പം ജലജയുടെ നേരെ നോക്കുകയാണ് കേട്ടോ ദേവയാനി. അപ്പോൾ ജലജ ആകെപ്പാടെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മോൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ആ ഉണ്ട് വിശക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാം, എന്താ പിന്നെ ജലജ നീ നോക്കി നിൽക്കുന്നേ, കൊച്ചിന് ഭക്ഷണം എടുത്തു കൊടുത്തേ, ഇതൊക്കെ നയന നല്ല മര്യാദയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നതാ, ഇനിയിപ്പം നീ വേണ്ട ഇതൊക്കെ ചെയ്യാൻ, അല്ലാതെ നമ്പി ഇതൊന്നും ചെയ്യലല്ലോ, അപ്പം നീ ചെന്ന് കൊച്ചിന് ഭക്ഷണമൊക്കെ എടുത്ത് വാരി കൊടുക്കാൻ പറയാം. അങ്ങനെ ജലജ പോയി ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വരികയാണേ. എന്നിട്ട് ചന്തുമോളെ വിളിക്കുക, വാ കൊച്ചേ എവിടെ വന്നിരിക്കേ, ഞാൻ ഭക്ഷണം വാരി തരാം എന്ന് പറയാം. അപ്പോൾ ചന്തുമോൾ പറയുന്നുണ്ട്, വേണ്ട എനിക്ക് ഈ അമ്മൂമ്മ ഭക്ഷണം വാരി തരണ്ട, എനിക്കിഷ്ടമല്ല എന്ന് പറയാം. അപ്പോൾ ജലജ പറയാം, ഓ വേണ്ടെങ്കിൽ വേണ്ട, എനിക്കും ഇപ്പം നിർബന്ധമൊന്നുമില്ല നിനക്ക് ഭക്ഷണം വാരി തരണമെന്നൊന്നും, വന്നിരുന്നാൽ ഞാൻ വാരി തരാം അത്രേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോള് ചെല്ല്, ആ അമ്മൂമ്മ വാരി തരും, ആ അമ്മൂമ്മ മോളുടെ അമ്മൂമ്മയല്ലേ എന്ന് പറയാം. എൻ്റെ അമ്മൂമ്മയൊന്നുമല്ല, എനിക്ക് ഈ അമ്മൂമ്മയെ ഇഷ്ടവും ഇല്ല, എനിക്ക് ഈ അമ്മൂമ്മയെ ഇഷ്ടം എന്ന് ദേവയാനിയെ നോക്കി പറയാം. എന്നിട്ട് പറയാം, ഈ അമ്മൂമ്മ എനിക്ക് ഭക്ഷണം വാങ്ങി തന്നാൽ മതി, ആ അമ്മൂമ്മ വാരി തരണ്ടെന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാം, ശരി ശരി ഞാൻ വരാമെന്ന് പറഞ്ഞ് ദേവയാനി പോയിട്ട് ജലജയുടെ കയ്യിൽ നിന്ന് ആ ഭക്ഷണമൊക്കെ വാങ്ങി ചന്തുമോൾക്ക് വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ജലജയ്ക്ക് ഇങ്ങനെ അരിശം വരിക. ജലജ പറയും, ഓ വാരി കൊടുത്ത് തീറ്റിക്കുന്നു, എന്താണെന്ന് അറിഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ജലജയും പറയാണ്. അതേസമയം നമ്മുടെ ആദർശും നയനിയൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിൽ ജ്വല്ലറിക്കാരുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് വേഷമൊക്കെ മാറി സിക്ക് വേഷത്തിൽ ചെന്നിട്ട് കയറിയിരിക്കുക. അങ്ങനെ അവിടെ ഡേവിഡുമായിട്ട് സംസാരിക്കുകയാണ്. വലിയൊരു സ്വർണ്ണ വ്യാപാരിയാണ് പഞ്ചാബിൽ നിന്നുള്ള എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ആദർശ് പരിചയപ്പെടുന്നത്. അങ്ങനെ വലിയൊരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജ്വല്ലറിയിൽ വന്ന് കയറിയിരിക്കുന്നതെന്നുള്ള രീതിയിൽ കയറുകയാണ്. അങ്ങനെ ആദർശ് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മനസ്സിലാകുന്നുണ്ട് കേട്ടോ, ഈ ഡേവിഡ് അല്ല ഒരിക്കലും ജ്വല്ലറിയുടെ MD എന്നും യഥാർത്ഥ MD ഇതിൻ്റെ പുറകിലുണ്ടെന്നും ഡേവിഡ് വെറും ഒരു ബിനാമി മാത്രമാണെന്നും ആദർശിന് മനസ്സിലാവുകയാണ്. ആദർശ് അത് വന്നിട്ട് നയനോടും കിരണിനോടും ഒക്കെ ആയിട്ട് പറയുകയാണ് കേട്ടോ, കിരണേ എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്, ഈ ജ്വല്ലറിയുടെ ഓണറല്ല ശരിക്കും ഡേവിഡ്, ഡേവിഡുമായിട്ട് മുത്തശ്ശനൊരു ബന്ധവും ഇല്ല, മുത്തശ്ശനുമായിട്ട് എന്തോ ശത്രുതയുള്ള ആരോ ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്, അതുകൊണ്ടാണ് ഞങ്ങളുടെ ജ്വല്ലറിയെയും ഞങ്ങളുടെ കുടുംബത്തെയും തന്നെ തകർക്കാൻ അവർ ശ്രമിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ അത് പറയുമ്പോൾ കിരണും പറയാണ്, അങ്ങനെ ഒരു തോന്നൽ നിനക്കുണ്ടെങ്കിൽ അത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണമല്ലോ എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയാണ്, ശരിയാണ്, ആ ഗ്രീനിയെ കിട്ടുവാണെങ്കിൽ കുറച്ച് വിവരങ്ങൾ കിട്ടിയേനെ, അത് ഞാൻ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്, നന്ദു അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ശരി ഈ വേഷപ്പകർച്ചയിൽ നീ അങ്ങ് കയറി അങ്ങ് വിലസ്, കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറയണം. അങ്ങനെ ഡേവിഡിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് ആദർശ് സംസാരിക്കുമ്പോൾ ഡേവിഡിനോട് പറയുന്നുണ്ട്, അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു വലിയ ഡീലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വ്യക്തമാകണം, ഇതിൻ്റെ അകത്തൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല, പിന്നീട് നമ്മൾ രണ്ട് കൂട്ടർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണെന്ന് പറയണം. അപ്പോൾ ഡേവിഡ് അത് പറയുമ്പം ഡേവിഡ് പറയും, അതിനെന്താ ഞങ്ങൾ വിശ്വാസ്യതയുടെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ചതിക്കുകയില്ല എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതല്ല ഇപ്പോൾ തന്നെ മൂർത്തി ജ്വല്ലറിയുമായിട്ടാണ് ഞങ്ങൾക്ക് ഡീലിന് താല്പര്യം ഉണ്ടായിരുന്നത്, അവരെ വിശ്വസിച്ച് ചില ഡീലുകളൊക്കെ ഞങ്ങൾ നടത്തുകയും ചെയ്തതാണ്, പക്ഷേ ഇപ്പം കണ്ടില്ലേ മൂർത്തി ജ്വല്ലറിയുടെ അവസ്ഥ, അവരുടെ ആ ഒരു ഗ്രാഫ് അങ്ങ് താന്നുപോയി, അവർ തകർച്ചയിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ ഗോൾഡ് നിർമ്മാണ യൂണിറ്റിലൊക്കെ പോയി എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണം എന്ന് പറയാണ്. അപ്പോൾ ഡേവിഡ് പറയാണ്, ശരി നമുക്കങ്ങനെ എല്ലാം ഭയങ്കരമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പോകാം എന്ന് പറയാം. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോൾ ഡേവിഡ് വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ നാഗേന്ദ്രയെ വിളിച്ചിട്ട് ഡേവിഡ് പറയാണ്, സാറേ ദേ ഇവിടെ ഒരു ആൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഗോൾഡിൻ്റെയും അതുപോലെ ഡയമണ്ടിൻ്റെയും ഒക്കെ ഒരു മെർച്ചൻ്റാണ്, നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാളാണ് എന്ന് പറയാണ്, പഞ്ചാബിൽ നിന്നോ മറ്റോ ആണ്, വലിയ ബിസിനസ്സുകാരാണ് അവർ, നമ്മളുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കാനും ഒരു കോൺട്രാക്റ്റ് ഉറപ്പിക്കാനും വേണ്ടി വന്നതാണ്, ആ ഡീല് നമുക്ക് കിട്ടുവാണെങ്കിൽ കോടികളുടെ ലാഭമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്, അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറികൾക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഈ ഡീല് വേണ്ടെന്ന് വെച്ചാൽ അവർ മൂർത്തീസ് ജ്വല്ലറിയുമായി ഈ ഡീലിന് പോകും, അതുവഴി മൂർത്തീസ് ജ്വല്ലറി ഇപ്പോഴുള്ള തകർച്ചയിൽ നിന്ന് അങ്ങ് കയറി വരുമെന്ന് പറയുക. അത് കേൾക്കുമ്പോഴേക്കും നാഗേന്ദ്രയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. നാഗേന്ദ്ര പറയാം,
എങ്ങനെയും അവരുമായിട്ട് നമുക്ക് ഡീൽ ഉറപ്പിക്കണം. മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് അവരൊരിക്കലും ഡീൽ ഉറപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ തകർന്നു പോകും. അതുമാത്രമല്ല അവർ ഉയർന്നു വരികയും ചെയ്യും. അങ്ങനെ വന്നാൽ അത് ശരിയാവില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നാഗേന്ദ്ര ഡേവിഡിനോട് പറയണം, എന്ത് വില കൊടുത്തും ഈ ഡീല് നമ്മൾ ഉറപ്പിക്കുകയാണ് എന്ന്. അങ്ങനെ അവർ ഡീലിലേക്കൊക്കെ കടക്കാൻ വേണ്ടിയിട്ട് അപ്പം നാഗേന്ദ്രയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡേവിഡ്. പക്ഷേ ഈ വന്നയാൾ ഒരു കർക്കശക്കാരനാണ്. കാരണം അയാൾക്ക് ഇതിലൊക്കെ ഭയങ്കര നിർബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിനെ കുറിച്ചിട്ടും പ്യൂരിറ്റിയെ കുറിച്ചിട്ടും ഒക്കെ വ്യക്തമായ ധാരണയും നമ്മുടെ ഹെറിഡിറ്ററിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ അയാൾ നമ്മളുമായിട്ട് ഒരു ഡീലിനുള്ളൂ. പാരമ്പര്യം, പരിശുദ്ധി അതൊക്കെ അവർ മുൻഗണന കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാറിനെ ഒന്ന് കണ്ട് സംസാരിച്ചില്ലെങ്കിൽ ഇതിനൊന്നും ഒരു തീരുമാനം ആവില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് നാഗേന്ദ്ര, അതൊരു പ്രശ്നമാണല്ലോ. അപ്പം ഞാൻ എൻ്റെ മുഖംമൂടിയൊക്കെ വലിച്ചെറിഞ്ഞ് പുറത്തിറങ്ങി വരണം എന്നാണോ താൻ പറയുന്നതെന്ന് പറയാം. അപ്പം ഉടനെ ഡേവിഡ് പറയുക, സാറ് അത്യാവശ്യം ഇയാളോട് സംസാരിക്കാൻ മാത്രം അങ്ങനെ വന്നാൽ മതി. ഇയാൾക്ക് ഇങ്ങനെ നിർബന്ധമുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ പിന്നെ എല്ലാ ഡീലിലും ഞാൻ തന്നെ അല്ലായിരുന്നോ ജ്വല്ലറിയുടെ MD എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്ര പറയാ, ശരി ഞാൻ സമ്മതിച്ചു. അയാളെ ഒരു ദിവസം അപ്പോയിൻമെൻറ്റ് കൊടുക്കാം. അയാളെ എൻ്റെ റൂമിലേക്ക് കൊണ്ടുവരണം, കാണണം, സംസാരിക്കണം. കാരണം ഈ ഡീല് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. കാരണം ആ സ്ഥാനത്തേക്ക് മൂർത്തീസ് ജ്വല്ലറി കയറും. അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ ഈ പറയുന്ന നാഗേന്ദ്ര പറയുക. അപ്പോൾ ഡേവിഡ് ഓക്കെ പറയാണ്. അതിനുശേഷം ഡേവിഡ് ആദർശിനെ വിളിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് ആദർശിനോട്, സാറ് ഒന്ന് വരണം, നമുക്ക് ആ ഡീലിനെ കുറിച്ച് സംസാരിക്കണം. ജ്വല്ലറിക്ക് തന്നെ ആ ഡീല് നിങ്ങൾ തരണം. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായിട്ട് കൂടി സാറിനോട് സംസാരിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് വരണം എന്ന് പറയാണ്. ഇന്ന ഹോട്ടലിലേക്ക്, ഇന്ന റൂമിലേക്ക് വരണം എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഓക്കെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ ആദർശ് രണ്ടും കരുതി കൂട്ടി കിരണിനോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഈ ഡേവിഡ് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലാൻ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുവാണെന്ന് പറയുക. അങ്ങനെ ആദർശ് കരുതിക്കൂട്ടി ചെല്ലുകയാണ് കേട്ടോ. ചെല്ലുമ്പോൾ നമ്മുടെ ഡേവിഡ് ആദർശിനെ കൂട്ടിക്കൊണ്ട് നാഗേന്ദ്രയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. നാഗേന്ദ്രയുടെ റൂമിൽ ചെല്ലുമ്പോൾ നാഗേന്ദ്ര മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം ഉടനെ തന്നെ ആദർശിന് ആളെ മനസ്സിലാവുന്നില്ല. ആരാണിതെന്ന് ചോദിക്കുകയാണ് ആദർശ് ഡേവിഡിനോട്. അപ്പം ഡേവിഡ് പറയാണ്, സാറേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനായിട്ടുണ്ട്. അതുകൊണ്ടാണ് സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് ഞങ്ങളുടെ യഥാർത്ഥ MD ആണ്, ഇത് നാഗേന്ദ്ര സാറ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുക, എന്താ അപ്പം നിങ്ങളുടെ ജ്വല്ലറിയുടെ MD ഈ നിൽക്കുന്ന ഡേവിഡ് ആണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ആ ഒരു രീതിയിലാണല്ലോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം നടന്നത്. ഒഫീഷ്യൽ രേഖകളിലെല്ലാം അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ഇട്ടിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ പുതിയൊരു MDയോ? അപ്പോൾ ഇതിൽ തന്നെ ഒരു തട്ടിപ്പില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡേവിഡ് പറയണ, അതല്ല സാറേ, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നാഗേന്ദ്ര സാറിന് ഇപ്പം മുഖം പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അദ്ദേഹം പുറകിലിരുന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. എന്നെ മുൻപന്തിയിലേക്ക് നിർത്തിയിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബിനാമിയാണ് ഞാനെന്ന് പറയാനും. അപ്പോൾ ആദർശ് ചോദിക്കുക, അതെന്തുകൊണ്ട് നാഗേന്ദ്രയ്ക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, അതെന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, അത് എനിക്ക് ചില ബിസിനസ് ശത്രുക്കളൊക്കെ ഉണ്ട്. അവരിപ്പം ഞാൻ ഇത്രയും ഒരു വലിയ ബിസിനസ്സിലെത്തിയെന്നും ഇതൊക്കെ നേടിയെന്നും ഒക്കെ അറിഞ്ഞാൽ അവരുടെ ശത്രുത കൂടുകയും എന്നെ തകർക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണെന്ന് പറയാം. അപ്പം അത് ആദർശ് പറയാം, ഇതൊക്കെ ബിസിനസ്സിലുള്ളതല്ലേ, എല്ലാവർക്കും ബിസിനസ്സിൽ ശത്രുക്കളുണ്ട്. അങ്ങനെയുള്ളപ്പം അവരെല്ലാവരും പുറത്ത് ഒളിച്ചിരുന്നിട്ട് ബിനാമികളെ കൊണ്ടല്ലല്ലോ കളിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനൊരു പൊസിഷനിൽ ഒരു വിശ്വാസ്യതയില്ലാത്ത രീതിയിലല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല, ഇത് നല്ല വിശ്വാസ്യതയുള്ള കമ്പനിയാണ്, ഞങ്ങൾ ഉയർന്നു വന്നതാണ്. എനിക്ക് ചില ശത്രുക്കളുണ്ട്, അവരോട് ചില ശത്രുതയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ തൽക്കാലത്തേക്ക് മറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ പുറത്ത് വിടും എന്ന് പറയണം. അപ്പോൾ ആദർശിനും കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയാണ് കേട്ടോ. ഈ നാഗേന്ദ്ര എന്ന പേരും നാഗേന്ദ്രയും കണ്ടതോടുകൂടി ആദർശിന് മനസ്സിലാകുകയാണ് എന്താണിപ്പം ഈ ജ്വല്ലറിക്ക്, മൂർത്തീസ് ജ്വല്ലറിയോടുള്ള ശത്രുതയുടെ കാര്യമെന്ന്. അപ്പച്ചിയുടെ ഭർത്താവായ നാഗേന്ദ്രയെ ജ്വല്ലറിയിൽ എന്തോ കള്ളത്തരം കാണിച്ചതിന് വർഷങ്ങൾക്ക് മുമ്പേ മുത്തശ്ശൻ പുറത്താക്കിയതായിരുന്നു. അന്ന് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ പോയ അയാൾ ദുബായിൽ എവിടെയോ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നാണ് കേട്ടത്. വലിയ വരുമാനമോ പ്രശസ്തിയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പച്ചിയെ മക്കളെ അന്വേഷിച്ച് അയാൾ അങ്ങനെ എത്തിയിട്ടുമില്ല. ഒരു സഹായവും ഒരു സഹകരണവും അപ്പച്ചിയുമായിട്ടും അനന്തപുരിയിലുള്ളവരുമായിട്ടും ഉണ്ടായിട്ടുമില്ല.
കാരണം അപ്പച്ചിയുടെ സ്വഭാവവും പണത്തിന് മേലെ പറക്കുന്നതും പണത്തിന് മേലെ കണ്ണ് മഞ്ഞളിക്കുന്നതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പച്ചി അയാളെക്കുറിച്ചൊന്നും അന്വേഷിച്ചിരുന്നില്ല എന്ന് ആദർശ് ഓർക്കുകയാണ്. അയാൾ ഇപ്പോൾ ആ ശത്രുത തീർക്കാൻ എവിടുന്നോ എങ്ങനെയോ കുറേ പണമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുകയാണ്. മുത്തശ്ശനോട് പകരം വീട്ടുക എന്നുള്ളത് തന്നെയാണ് അയാളുടെയും ലക്ഷ്യം എന്നൊക്കെ ആദർശിന് മനസ്സിലാവുക. ആദർശ് തിരിച്ചു വരുമ്പം ഇത് കിരണിനോടും അതുപോലെ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ നയനയോടും പറയാണ്, ഇതുപോലെയാണ് കാര്യങ്ങൾ. ഈ നാഗേന്ദ്ര അയാളാണ് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു വൈരാഗ്യമായിരുന്നു. അന്നും അയാളുടെ മനസ്സിൽ ചില കുശാഗ്ര ബുദ്ധികളുണ്ട്. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയെ മുതലെടുക്കാൻ ശ്രമിച്ചപ്പം ഒന്നുമില്ലാത്തവനായിട്ട് മുത്തശ്ശൻ ഇവിടെ നാട്ടിയിറക്കി വിട്ടതാണ്. ഒന്നുമില്ലാതെ പോയത് കൊണ്ട് തന്നെ ഞങ്ങളുടെ അപ്പച്ചിയും മക്കളും അയാളുടെ കൂടെ പോയില്ല. അത് തന്നെ അനന്തപുരിയിൽ സുഖജീവിതം ആഗ്രഹിച്ചവർ അവിടെ തന്നെ നിന്നു. ഇയാളാണെങ്കിൽ അതിനുശേഷം എങ്ങനെയോ ദുബായിലെത്തിയെന്നും അവിടെ എന്തൊക്കെയോ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നും ഒക്കെ അറിഞ്ഞു. പക്ഷേ അപ്പച്ചി അയാളെക്കുറിച്ച് അന്വേഷിക്കാനോ പോകാനോ ഒന്നും ശ്രമിച്ചേയില്ല. കാരണം പണമുള്ളത് അനന്തപുരിയിലായിരുന്നു. സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കാനാണ് അപ്പച്ചി ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഈ നാഗേന്ദ്ര അവിടെ എവിടെയോ കിടന്ന് ജീവിച്ചു. ഇപ്പം അയാൾ വലിയ ബിസിനസ്മാനൊക്കെ ആയി. അതെങ്ങനെ അങ്ങനെ അത്രയും പണമൊക്കെ ഉണ്ടാക്കിയെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ല. എങ്ങനെയോ അയാൾ എന്തെങ്കിലും തട്ടിപ്പിൽ കൂടിയൊക്കെ ആയിരിക്കും പണമുണ്ടാക്കി വലിയ ആളായി വന്നപ്പം മുത്തശ്ശനോടുള്ള ആ ശത്രുത, അതുപോലെ അനന്തപുരി തറവാടിനോടും മൂർത്തീസ് ജ്വല്ലറിയിലോട്ടുള്ള ശത്രുത തീർക്കുകയാണ് ചെയ്യുന്നത് എന്ന് ആദർശ് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ കിരൺ പറയുക, ഇതൊരു സിനിമാ കഥ പോലെ ഉണ്ടല്ലോ, സിനിമയിലൊക്കെ കാണാം ഇങ്ങനെ ഇതുപോലെ ഈ നാഗേന്ദ്രയും പോയി രക്ഷപ്പെട്ട് ഇതുപോലൊരു കോടീശ്വരനായിട്ട് തിരിച്ചു വന്ന് പകരം വീട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണല്ലോ എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഈ നാഗേന്ദ്രയെ നമുക്ക് പൂട്ടണം. അയാൾ എന്തൊക്കെയോ ചതികൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ അന്ന് എന്നെ ചതിച്ചതിനും പകരം വീട്ടണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ അനന്തപുരിയിലാണെങ്കിൽ നവ്യ നല്ല കലിപ്പിലാണ്. തിരിച്ചെത്തി സാധനങ്ങളൊക്കെ വാങ്ങി കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കൊച്ചിനെ കളിപ്പിക്കുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് നമ്മുടെ ചന്തു മോളാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുക. ചന്തുമോള് ചെന്നിട്ട് നോക്കി നിൽക്കുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താടി എന്തിനാ വന്ന് നോക്കി നിൽക്കുന്നത്? എൻ്റെ കൺവട്ടത്തുകൂടി നീ വരുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്തുമോള് പറയേ, ആ ഡോള് നല്ല രസമുണ്ട്, എനിക്ക് ആ ഡോള് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആ ഡോള് എനിക്ക് കൂടി കളിക്കാൻ തരാമോ എന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയാം, പിന്നെ നിനക്ക് കളിക്കാനേ നിൻ്റെ അച്ഛനോട് വാങ്ങിച്ചു തരാൻ പറ. അയാൾ നാട് വിട്ട് പോയിട്ടില്ലേ? എടാ നിന്നെ ഒന്ന് കാണാൻ കൂടി അച്ഛനും അമ്മയും വരുന്നുണ്ടോ? എന്തായിരുന്നു സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തു എന്നാ നയന പറഞ്ഞത്. എന്നിട്ട് ഈ സ്വന്തം കുഞ്ഞിനെ ഇട്ടിട്ട് അവളങ്ങ് പോയില്ലേ? ഇപ്പം ബാക്കിയുള്ളവർക്ക് ശല്യത്തിനായിട്ട് ഇവിടെ നിർത്തിയിരിക്കുക. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇങ്ങനെ ചന്തുമോളെ ഒരുപാട് വഴക്ക് പറയുമ്പോൾ ചന്തുമോള് കരഞ്ഞുകൊണ്ട് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. താഴോട്ട് കരഞ്ഞുകൊണ്ട് വരുന്ന ചന്തുമോളെ കാണുകയാണ് ദേവയാനി. അപ്പം ദേവയാനി ചോദിക്കുക, എന്താ മോളെ നീ കരയുന്നത്? എന്തെങ്കിലും പറഞ്ഞോ? നവ്യാമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുക. അപ്പം പറഞ്ഞു, ഞാൻ ആ ഡോളിനൊന്ന് കളിക്കാൻ തരാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല, എന്നെ വഴക്ക് പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഓടിച്ചു വിട്ടു. എനിക്കും അതുപോലൊരു ഡോള് വേണം, അച്ഛനോട് പറഞ്ഞ് വാങ്ങിച്ച് തരുമോ അമ്മേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ ദേവയാനിക്ക് സങ്കടം വരിക. ദേവയാനി പറയുന്നുണ്ട്, സാരില്ല മോൾക്ക് എത്ര ഡോള് വേണേലും ഈ അമ്മൂമ്മ വാങ്ങിച്ചു തരാമല്ലോ. മോളുടെ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞാൽ എത്ര ഡോള് വേണേലും വാങ്ങി തരുമല്ലോ. എന്തിനാ അവിടെ പോയി അതൊക്കെ വാങ്ങാൻ പോയത്? മോളോട് പറഞ്ഞിട്ടല്ലോ അല്ലേ അവിടെ പോയി കളിക്കാൻ പോകണ്ടാന്ന്. അപ്പം മോള് പറയേ, ഇല്ല ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയാം. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടേ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. അല്ല, അവൾ നവ്യ ഉണ്ടല്ലോ, അവൾക്ക് ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾ ഈ കുഞ്ഞിനോട് എന്തുമാത്രം ക്രൂരതയാണ് കാണിക്കുന്നതെന്നറിയാമോ അച്ഛനെ എന്ന് ചോദിക്കുക ദേവയാനി. അല്ല, ഇപ്പം നവ്യ എന്താ പറഞ്ഞത്? എന്തിനാ ചന്തുമോൾ കരയുന്നതെന്ന് ചോദിക്കുക മുത്തശ്ശൻ. അതെ, ചന്തുമോൾ അവിടെ ആ പാവയൊന്നും എടുത്ത് കളിക്കാൻ ചെന്നതിന് അവൾ ചീത്ത പറഞ്ഞ് ഓടിച്ചു വിട്ടു, അതിനാന്ന് പറയുക. അപ്പം മുത്തച്ഛൻ പറയാ, അതിന് മോള് കരയണ്ട കേട്ടോ, മോൾക്ക് എത്ര പാവ വേണേലും വാങ്ങിത്തരാം. ദേവയാനി ഇപ്പം തന്നെ നീ ചന്തുമോളെ മോളിൽ കൊണ്ടുപോകും, അവൾ ആ പാവ വെച്ചൊന്ന് കളിച്ചിട്ട് വരട്ടെ. നവ്യ എന്താ പറയുന്നതെന്ന് എനിക്കറിയണമല്ലോ. അവൾക്ക് അങ്ങനെ അഹങ്കാരമായ കൊള്ളില്ലല്ലോ. അവളുടെ ഭർത്താവ് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി വെച്ചിട്ട് അതൊന്നും അറിയുന്നില്ലെങ്കിലും അവൾ അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് വരികയാണല്ലോ ഇപ്പം. നീ ചെല്ലാൻ പറയാണ്. അപ്പോൾ ദേവയാനി ചന്തുമോളെ കൂട്ടിക്കൊണ്ട് മോളിൽ ചെല്ലുമ്പോൾ നവ്യ അവിടെ ഇല്ല കേട്ടോ. നവ്യ ഡോളൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പം നവ്യയുടെ മുറിയിൽ ഇങ്ങനെ കിടക്കുക. അവിടെ ചെന്നിച്ച് പറയാം, മോൾ അതൊക്കെ എടുത്ത് കളിച്ചോ, ഒരു കുഴപ്പമില്ല, മുത്തശ്ശൻ പറഞ്ഞിട്ടല്ലേ, മോൾ ചെന്ന് കളിച്ചോളാൻ പറയുക. അങ്ങനെ ചന്തുമോൾ അവിടെ ഇരുന്ന് കളിക്കുക. ചന്തുമോള് ദേവയാനി അതിനെ അവിടെ ഇരുത്തിയിട്ടൊക്കെ ഇങ്ങ് പോരുക കേട്ടോ. ചന്തുമോള് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നവ്യ അങ്ങോട്ട് വീണ്ടും വരുമ്പോൾ കാണുന്നത് ചന്തുമോൾ ഈ പാവയെല്ലാം എടുത്തു വെച്ച് കളിക്കുക.
നവ്യ അങ്ങോട്ട് ചെന്നേച്ച്, എടി എണീക്കടി, നിന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് ഇറക്കി വിട്ടതല്ലേ, പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ പാവയൊക്കെ എടുത്ത് വെച്ച് കളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ആര് പറഞ്ഞു? ഈ മുറിയിലേക്ക് നിന്നോട് കയറരുതെന്ന് പറഞ്ഞതല്ലേ? ആ ശ്രീകരൻ വന്ന് കയറിയിരിക്കും, ഇറങ്ങിപ്പൊടി എന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുവന്ന് ഒറ്റ തള്ളു കൊടുക്കുമ്പോൾ നമ്മുടെ ചന്തുമോളാണ് ഈ സ്റ്റെപ്പേന്ന് തട്ടി താഴെ വീഴുകയാണ് കേട്ടോ. വലിച്ചിറക്കി അങ്ങ് വിടുകയാണ്. അപ്പോൾ താഴേക്ക് വന്ന് വീഴുമ്പോൾ മുത്തശ്ശൻ്റെ മുമ്പിലേക്കാണ് വന്ന് വീഴുന്നത്. അപ്പോൾ ദേവയാനിയും മുത്തശ്ശനും ഒക്കെ ഓടി വരിക. ദേവയാനി അയ്യോ മോള് എന്നും പറഞ്ഞ് വാരി എടുക്കുകയാണ് കേട്ടോ. അന്നേരം മുത്തശ്ശൻ, അവളുടെ അഹങ്കാരം ഇന്ന് തീർത്തിട്ടേ ഉള്ളല്ലോ നവ്യ, അവൾക്ക് ഇത്രയും അഹങ്കാരമായ പറ്റില്ലല്ലോ, ഞാൻ ചിലതൊക്കെ വന്ന് വിളിച്ച് പറയുമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ ചന്തുമോളെ വാങ്ങിക്കുകയാണ് ദേവയാനിയുടെ കയ്യിൽ നിന്ന്. മുത്തശ്ശന് നല്ല ദേഷ്യമായി, ഇത്രയൊക്കെ ക്ഷമിച്ചു, ഇനിയും ക്ഷമിക്കാൻ പറ്റില്ല, സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ മേളിലേക്ക് ചെല്ലുമ്പോൾ ഉറഞ്ഞു തുള്ളി നിൽക്കുക നമ്മുടെ നവ്യ. മുത്തശ്ശൻ ചോദിക്കുക, നീ എന്തിനാ ഈ കുഞ്ഞിനെ തള്ളിയിട്ടത്? നീ ഇതിനെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കുവാണെന്നൊന്ന് ചോദിക്കുകയാണ്. അപ്പം നവ്യ പറയാം, എനിക്ക് കൊച്ചിനെ കാണുന്നത് പോലും ഇഷ്ടമില്ല, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊക്കെ എടുത്ത് തലയിൽ വെച്ചോ, ആദർശിന് അവിഹിതത്തിലുണ്ടായ കുഞ്ഞല്ലേ, ഇതിനെ എനിക്ക് കാണുന്ന പോലും ഇഷ്ടമില്ല, ഇവൾ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തിരിക്കുന്നത് കൂടെ കളിക്കുന്നതോ എനിക്ക് ഇഷ്ടമില്ല, എന്താ അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, അങ്ങനെയുള്ളിടത്ത് ഇതിനെ കയറ്റി വിടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയാം, എന്താ നീ പറഞ്ഞത്? നിനക്ക് ഈ കുഞ്ഞിനെ ഇഷ്ടമില്ലെന്നോ? നിൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഈ കുഞ്ഞിരുന്ന് കളിക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലെന്നോ? നിനക്ക് ഇഷ്ടമില്ലാത്ത ഈ കുഞ്ഞേ നിൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാ, അബിയുടെ കുഞ്ഞാ ഈ ചന്തുമോള്, അതിനിയും നീ അറിയാതിരുന്നിട്ട് കാര്യമില്ല. ഇത്രയും നാളും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായെങ്കിലോ എന്നോർത്ത് അത് തുറന്നു പറയാതിരുന്നു. ഇനി ഇത് പറയാതിരുന്നാലേ നീ ഈ കുഞ്ഞിനെ കൊല്ലും. നിനക്ക് എന്ത് അവകാശമുള്ള ഈ കുഞ്ഞിനെ കുറ്റപ്പെടുത്താൻ? ഇതേ ആദർശിൻ്റെ കുഞ്ഞല്ല, നിൻ്റെ ഭർത്താവ് അബിയുടെ കുഞ്ഞാ. അതുകൊണ്ട് അവനിപ്പോൾ പൂച്ചയെ പോലെ ദേവയാനി പറയുന്നത് അനുസരിച്ച് ഇവിടെ ജീവിക്കുന്നത്. ഈ സത്യം നിന്നോട് തുറന്നു പറയുമെന്ന് ഓർത്തിട്ട് ഇനി ഇത് മറച്ചു വെക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പറയാണ്. അത് കേൾക്കുന്നതും നവ്യ അങ്ങ് സ്തംഭിച്ചു പോവാണ്. ആദ്യം നവ്യയ്ക്ക് ഒരു വിശ്വാസക്കുറവൊക്കെ തോന്നുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ പിന്നെയും ആഞ്ഞ് പറയുമ്പോഴേക്കും നവ്യ ഞെട്ടിപ്പോവുക. കാതുകൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് പറയാണ്, അല്ല അല്ല അബിയുടെ കുഞ്ഞോ എന്നിങ്ങനെ പറഞ്ഞ് ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്